ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഓണപരീക്ഷ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മാതൃകാ ചോദ്യങ്ങൾ, ഓണപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ 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 ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓണപരീക്ഷ നമുക്ക് എക്സാം വരാൻ പോവാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞ് നമുക്ക് ഓണപരീക്ഷ, നമ്മുടെ ക്വാർട്ടർലി എക്സാം വരും. അപ്പം നമുക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക്, ഫുൾ A+ കിട്ടണ്ടേ, ഫുൾ മാർക്ക് കിട്ടണ്ടേ? അപ്പം എന്ത് ചെയ്യുക? നമ്മുടെ ക്ലാസ് മുഴുവനായിട്ടും കാണുക കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും, നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും, നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഫുൾ മാർക്ക് കിട്ടട്ടെ. അപ്പം നമുക്ക് നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ ഇന്റഗ്രേഷൻ, അതായത് ഉദ്ഗ്രഥനത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. നമ്മളെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക്, ക്ലാസ് ലിങ്ക് ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മലയാളത്തിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇംഗ്ലീഷാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓണപരീക്ഷയ്ക്ക് ഇംഗ്ലീഷ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മളെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ക്ലാസ് ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫസ്റ്റ് പേജ്. ആക്ടിവിറ്റി 1, ലിസൺ ആൻഡ് ഡു. എന്താ ചെയ്യാൻ പറയുന്നത്? ലുക്ക് അറ്റ് ദ പിക്ചർ ബിലോ, ലിസൺ ടു ദ ടീച്ചർ ആൻഡ് ഡു വാട്ട് ദ ടീച്ചർ സേ. ഈ ചിത്രം നോക്കുക. ചിത്രം നോക്കിയിട്ട് എന്ത് ചെയ്യുക? ടീച്ചർ പറയുന്നത് അനുസരിച്ചിട്ട് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ. ടീച്ചർ പറയും. ഇതുപോലെ ഒരു ആക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ അവിടെ ടീച്ചർ ഇൻസ്ട്രക്ഷൻ തരും എന്തൊക്കെയാണ് ആ ആക്ടിവിറ്റിയിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ചിലപ്പോൾ എന്തെങ്കിലും വരച്ച് യോജിപ്പിക്കാനായിരിക്കും. ഈ ചിത്രം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഈ കാണുന്ന ബസ്സിന് ടയർ ഇല്ല അല്ലെ. അപ്പൊ അതൊക്കെ വരച്ച് യോജിപ്പിക്കാനായിരിക്കും ടീച്ചർ പറയുന്ന രീതിക്ക് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത്. അടുത്തത് ആക്ടിവിറ്റി 2, റീഡ് ആൻഡ് മാർക്ക്. റീഡ് the sentences and give a tick against the correct picture. read the sentences and give a tick against the correct picture. അതായത് സെന്റൻസ് റീഡ് ചെയ്തിട്ട് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ചിത്രം ഏതാണ് അതെന്ത് ചെയ്യുക? ടിക്ക് ചെയ്യാനാണ് പറയുന്നത്. രണ്ട് ചിത്രമുണ്ട് അല്ലേ. സെന്റൻസ് എന്താ? the bus is on the road. bus is on the road. റോഡിലുള്ള ബസ് ഏതാ? ഇതാണ് അല്ലേ. അപ്പൊ അതെന്ത് ചെയ്യുക? അവിടെ ടിക്ക് ചെയ്യുക. ഓക്കെ. അടുത്ത സെന്റൻസ്, പോളി ഹാസ് 3 eggs. പോളിക്ക് 3 മുട്ടയുണ്ട്. ഏതിലാ 3 egg ഉള്ളത്? ഇവിടെ 1 ഉള്ളൂ അല്ലേ. 1, 2, 3. അപ്പൊ ഇത് ഏത് ചിത്രമാണ്? ഇവിടെയാണ് ടിക്ക് ചെയ്യേണ്ടത്. അടുത്തത്, ദ ഹോൺ ഫെൽ ഡൗൺ. അതായത് ഹോൺ വീണു, താഴെ വീണു. ഇതിൽ ഏതിലാണ് ഹോൺ വീണിരിക്കുന്നത്? ഇതില് ടയറാണ് വീണിരിക്കുന്നത് അല്ലേ. ഇതിലല്ലേ ഹോൺ വീണിരിക്കുന്നത്. അപ്പൊ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള പിക്ചർ. അടുത്തത്, റിൽ ഹാസ് എ റെഡ് റിംഗ്. റില്ലിന് ഒരു റെഡ് റിംഗ് ഉണ്ട്. ഏതാ? ഇതാണ് അല്ലേ. അടുത്തത്, ദ കാർ ഹാസ് 2 ലൈറ്റ്. കാറിൽ 2 ലൈറ്റ് ഉണ്ട്. ഏത് കാറിലാ 2 ലൈറ്റ്? ഇവിടെ ഒരു ലൈറ്റേ ഉള്ളൂ. ഏതിലാ 2 ലൈറ്റ്? ഇതിലാണ്. അപ്പൊ ഇതെന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. അടുത്തത് ആക്ടിവിറ്റി 3. എന്താ ആക്ടിവിറ്റി 3? ഡിസ്ക്രിപ്ഷൻ. കംപ്ലീറ്റ് ദി സെന്റൻസസ് കറക്റ്റ്ലി. കറക്റ്റ് ആയിട്ട് സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇത് എന്തിന്റെ ചിത്രം നോക്കൂ. എന്തിന്റെ ചിത്രം? ഇത് ഓട്ടോറിക്ഷയുടെ ചിത്രമാണ് അല്ലേ. ദിസ് ഈസ് an എന്താ ഇത്? ഓട്ടോറിക്ഷ. ദിസ് ഈസ് an ഓട്ടോറിക്ഷ. ദ ഓട്ടോറിക്ഷ ഹാസ്, ഓട്ടോറിക്ഷയ്ക്ക് എന്തുണ്ട്? സീറ്റ്സ്. ഓട്ടോറിക്ഷ ഹാസ് സീറ്റ്സ്. ദ ഓട്ടോറിക്ഷ ഹാസ്. അടുത്ത് ഇതുപോലെ ഓട്ടോറിക്ഷയ്ക്കുള്ള വേറെ എന്തെങ്കിലും ഒരു നെയിമാണ്, എന്തെങ്കിലും പാർട്ടിന്റെ പേര് എഴുതുക. ഓട്ടോറിക്ഷ ഹാസ് എന്തുണ്ട്? വീൽസ്. ചക്രങ്ങളില്ലേ, എഴുതാം. അടുത്തത്, ദ ഓട്ടോറിക്ഷ ഹാസ് നമ്മൾ തന്നെ എഴുതണം. ദ ഓട്ടോറിക്ഷ ഹാസ് ലൈറ്റ്സ്. ഓട്ടോറിക്ഷയ്ക്ക് എന്തുണ്ട്? ലൈറ്റ്സ് ഉണ്ട്. ലൈറ്റ്സ് അല്ലേ. ഇവിടെ നമുക്ക് ഇവിടെ ലൈറ്റ്സ് എഴുതാതെ വേണമെങ്കിൽ എന്താണ് ഇതുപോലെ ഹോൺ എന്ന് എഴുതാം. ഹോൺ എന്ന് എഴുതിയാലും കറക്റ്റ് ആണ് കേട്ടോ. ഓട്ടോറിക്ഷയ്ക്കുള്ള ഏതെങ്കിലും ഒരു പാർട്ട് എഴുതിയാൽ മതി. അടുത്തത്, നെക്സ്റ്റ് ആക്ടിവിറ്റി, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക, ആഡ് മോർ ലൈൻസ് എഴുതാൻ പറയുക. അതൊക്കെ എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇവിടെ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ആരൊക്കെയാണ്? നമ്മുടെ പോളി ഉണ്ട് അല്ലേ. അതുപോലെ പോളിന്റെ ഫ്രണ്ട്സ് ഉണ്ട്. അവർക്ക് എന്താണ് കൊടുക്കുന്നത്? അവർ പോളി, ഡിയർ പോളി, ഈറ്റ് ദിസ്. ഇത് കഴിക്കാൻ വേണ്ടി കൊടുക്കണം. എന്താണ്? നമ്മുടെ എലിഫന്റിന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഒരു ഫ്രൂട്ട് ആണ് അല്ലെ. നമുക്ക് ആപ്പിൾ എന്ന് എഴുതാം. ഈറ്റ് ദിസ് ആപ്പിൾ. അടുത്ത് എന്ത് എഴുതാം? ഈറ്റ് ദിസ് ഗ്രേപ്സ്. അപ്പൊ നമ്മുടെ പോളി എന്ത് പറഞ്ഞു? താങ്ക് യു ഡിയർ അല്ലെ. താങ്ക് യു ഡിയർ എന്ന് പറയണം. അടുത്ത ആക്ടിവിറ്റി, ആഡ് എ ലൈൻ ടു ദ റൈം. ഈ റൈമിലേക്ക് ഒരു ലൈൻ ആഡ് ചെയ്യാനാണ് പറയുന്നത്. നോക്കൂ, ഫസ്റ്റത്തെ സ്റ്റാൻസിൽ എന്താ പറയുന്നത്? 3 little parrots, Dill, Jill and Rill, sitting on a tree, singing happy songs. ആരൊക്കെയാണ്? 3 parrots. 3 little parrots. ആരൊക്കെയാ? Dill, Jill, Rill, sitting on a tree. എവിടെ ഇരിക്കുന്നു? ഒരു മരത്തിൽ ഇരിക്കുന്നു. Singing happy songs. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഹാപ്പി ആയിട്ട് പാട്ട് പാടുകയാണ്. അടുത്ത സ്റ്റാൻസിൽ ഒരു വരി വിട്ടുപോയിട്ടുണ്ട്. ഇവിടെ എന്താ പറയുന്നത്? 3 little parrots, Dill, Jill and Rill എന്ത് ചെയ്യുന്നു? Sitting on a tree ആണോ? അല്ല, മരത്തിലിരിക്കില്ല. അപ്പൊ പറക്കാണ് അല്ലേ. ഫ്ലൈയിങ് ഇൻ ദ സ്കൈ, സിംഗിങ് ഹാപ്പി സോങ്സ്.
അടുത്തത് നെക്സ്റ്റ് ആക്ടിവിറ്റി. അപ്പൊ 5 ആക്ടിവിറ്റി ഉള്ളൂ അല്ലെ, 5 ആക്ടിവിറ്റി ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും 5 ആക്ടിവിറ്റീസ് മനസ്സിലായില്ലേ? ക്ലാസ് ഇഷ്ടമായോ എല്ലാവർക്കും? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് എക്സാമിന് കോൺവെർസേഷൻ, ആഡ് മോർ ലൈൻസ്, കളർ കൊടുക്കുന്നത്, ഇത്തരം ചോദ്യങ്ങളൊക്കെ എക്സാം എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.